നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. തൃക്കരിപ്പൂരിൽ വ്യാപക മോഷണം. ആദ്യം പ്രധാന വാർത്തകൾ. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അവകാശ പ്രഖ്യാപന റാലി നടത്തി. തൃക്കരിപ്പൂരിൽ വ്യാപക മോഷണം. ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിലും സമീപത്തെ കടകളിലുമാണ് ശനിയാഴ്ച രാത്രി മോഷണം നടന്നത്. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലായി 37,000 പേർ പരീക്ഷ എഴുതും. ചന്തപുര ഹൈസ്കൂളിന് സമീപം കുന്നടിക്കൽ വ്യാപകമാകുന്നു. പ്രശ്നത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം ഒരുങ്ങുന്നു. പയ്യന്നൂരിൽ ഇനി ഫുട്ബോൾ രാവുകൾ. ഡിവൈഎഫ്ഐ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ മാർച്ച് 14 തുടങ്ങും. ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗാലറി ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ അവകാശ പ്രഖ്യാപന റാലി നടത്തി. റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് കെ. ലീല ഉദ്ഘാടനം ചെയ്തു. KP ജ്യോതി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. TI മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. KV ലളിത, സരളാഭായ്, K. മാലതി എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂരിലെ ബീരിച്ചേരിയിലും പരിസരത്തും വ്യാപക മോഷണം. ശനിയാഴ്ച രാത്രിയാണ് ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിലും സമീപത്തെ കടകളിലും മോഷണം നടന്നത്. ബിരിച്ചേരിയിലെ N. അബ്ദുൾ മജീദിന്റെ ഉടമസ്ഥതയിലുള്ള ആമിന സ്റ്റോറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് 12,000 രൂപ മോഷ്ടിച്ചതായി അബ്ദുൾ മജീദ് പറഞ്ഞു. സമീപത്തെ പോസ്റ്റ് ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന നിലയിലാണ്. തൊട്ടടുത്തായുള്ള റിസാലയുടെ അജ്വ പർദാമഹൽ തുറന്ന് 3ഓളം നേർച്ചപ്പെട്ടികളും കളവ് പോയിട്ടുണ്ട്. ചന്തേര പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സാർവദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പിലാത്തറയിൽ അവകാശ പ്രഖ്യാപന റാലി നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം VV സരോജിനി ഉദ്ഘാടനം ചെയ്തു. നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ആ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ, ഞാൻ പറയുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ എന്ന് പറയുമ്പോൾ ചൈന, റഷ്യ, വിയറ്റ്നാം, പിലാത്തറയിൽ നടന്ന റാലി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ VV സരോജിനി ഉദ്ഘാടനം ചെയ്തു. P. ഇന്ദിര അധ്യക്ഷയായിരുന്നു. P. ദാക്ഷായണി, P. പ്രഭാവതി, K. പത്മനാഭൻ, AV രവീന്ദ്രൻ, KV ഓമന എന്നിവർ സംസാരിച്ചു. റാലിയിലും പൊതുയോഗത്തിലും വൻ ജനാവലിയാണ് പങ്കെടുത്തത്. സ്ത്രീകൾ വിവിധ വേഷവിധാനങ്ങളോടെയാണ് റാലിയിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട സന്തോഷത്തിലും നെല്ലെടുപ്പ് സമരത്തിന്റെ ഓർമ്മകൾ അയർവയ്ക്ക് ഇന്നും ജീവിക്കുകയാണ് ചെറുപുഴ ചുണ്ടയിലെ മടത്തിൽ കോളിയാട്ടെ പാർവതിയമ്മ എന്ന 91-കാരി. ഉള്ളിലെ വിപ്ലവവീര്യം ചോർന്നു പോകാതിരിക്കാൻ വിപ്ലവ ചരിത്ര കഥകൾ ദിനംപ്രതി വായിച്ചു തീർക്കുകയാണ് ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരി. മുനയൻകുന്ന് സമരത്തിന്റെ പേര് കേട്ടാൽ ഇന്നും പാർവതിയമ്മയ്ക്ക് പഴയ 20-കാരിയുടെ ആവേശമാണ്. കാരണം താൻ വിളമ്പിക്കൊടുത്ത കഞ്ഞിയും കഴിച്ച് പോലീസിനെ ഭയന്ന് മുനയൻകുന്നിലേക്ക് രക്ഷപ്പെട്ടവരാണ് രാത്രി MSPക്കാരുടെ വെടിയേറ്റ് മരിച്ചത്. പ്രാപ്പൊയിലിലെ നെല്ലെടുപ്പ് സമരത്തിനു ശേഷം നെല്ലുമായി സഹോദരന്റെ വീട്ടിലെത്തി ഒളിവിൽ പോയ വിപ്ലവകാരികൾക്ക് രാത്രികാലങ്ങളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യം 16ന്റെ കരുത്തോടെ പാർവതിയമ്മ ഓർക്കുന്നു. പോലീസിന്റെ വിവരങ്ങൾ അറിയാൻ
മോര് വാങ്ങാൻ എന്ന വ്യാജേന ജോലിക്കാരി ഉച്ചിരിയെ വിട്ടതും വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ചെത്തിയതിനു ശേഷം ഒളിവിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണവുമായി ചോക്കത്തി എന്ന സൂചനാപദം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഭക്ഷണവുമായി പോകുന്ന ഇവർ പോലീസ് അടുത്തുവരുന്നു എന്ന സൂചന നൽകുന്നതാണത്രേ. ചോക്കത്തി എന്നാൽ MSPക്കാരുടെ ചുവന്ന തൊപ്പി എന്നാണർത്ഥം. ഈ വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ എല്ലാവരും ഓടി ഒളിക്കും. നെല്ലെടുപ്പ് സമരത്തിലൂടെ ശേഖരിച്ച നെല്ല് കാട്ടിൽ കൊണ്ടുപോയി നെല്ലു തിരക്കി കഞ്ഞിവെച്ച് പശുവിന് വെള്ളവും എന്ന രീതിയിൽ കാട്ടിൽ പോയി ഒളിവിലെ പ്രവർത്തകർക്ക് നൽകുകയാണത്രേ. പോലീസിൽ നിന്ന് ഭീഷണിയും മാനസിക പീഡനവും ധാരാളമേറ്റിട്ടുണ്ട് പാർവതിയമ്മയ്ക്ക്. സമരകാലഘട്ടത്തിൽ പശുവിനെ മേയ്ക്കാൻ പോയവർക്ക് പോലും സ്വാതന്ത്ര്യ സമര പെൻഷൻ നൽകുന്ന അധികൃതർ ഇവരെ അറിയാഞ്ഞിട്ടോ അതോ വിസ്മരിച്ചതോ? നിരവധി തവണ ഒരു വീടിനു വേണ്ടി അപേക്ഷ നൽകിയിട്ടും EMS ഭവന പദ്ധതി പോലും ഈ വിപ്ലവകാരിക്ക് നൽകാത്തതിന്റെ അമർഷം കമ്മ്യൂണിസ്റ്റുകാരി എന്ന ഒറ്റ കാരണത്താൽ വിസ്മരിക്കുകയാണ് പാർവതിയമ്മ. ചന്തപുര ഹൈസ്കൂളിന് സമീപം കുന്നിടിക്കൽ വ്യാപകമാവുന്നു. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. മണ്ണെടുപ്പ് വ്യാപകമായതോടെ സമീപപ്രദേശങ്ങളിൽ കുടിവെള്ളം ക്ഷാമം രൂക്ഷമാവുകയാണ്. പ്രശ്നത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. വളരെ വ്യാപകമായി ഇതുപോലുള്ള മണ്ണ് ഇടിച്ചു കൊണ്ടുപോയി ചതുപ്പ് നിലങ്ങളിൽ നികത്തുകയും ഈ പ്രദേശത്തിലെ വെള്ളം ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരെ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമങ്ങൾക്ക് ഇളവുകൾ വ്യാപകമാകുന്നതോടെ പ്രകൃതി ചൂഷണങ്ങളും അതേ തോതിൽ വർദ്ധിക്കുകയാണ്. ഈ ദൃശ്യങ്ങളെ വാക്കുകളിലൊതുക്കി പ്രശ്നത്തിന്റെ ഗൗരവത്തെ പൊലിപ്പിച്ചു കാട്ടാനോ ഗൗരവം കുറയ്ക്കാനോ ഞങ്ങൾ തയ്യാറാവുന്നില്ല. ഒരു നാടിൻ്റെ തന്നെ ജലസംഭരണിയാണ് നാളെയെക്കുറിച്ച് ചിന്തയില്ലാത്ത നമ്മുടെ ചെയ്തികൾ മൂലം ഇങ്ങനെ നാമാവശേഷമാകുന്നത്. മേൽ സൂചിപ്പിച്ച പോലെ നിയമത്തിന്റെ ഇളവുകൾ വരുത്തി അധികൃതർ തന്നെ ഈ പകൽക്കൊള്ളയ്ക്ക് മൗനാനുമതി നൽകുന്നത് തന്നെയാണ് ഇത്ര രൂക്ഷമായ തോതിൽ കുന്നിടിക്കൽ വ്യാപകമാവാനും കാരണം. പ്രകൃതി ചൂഷണത്തിന്റെ തുടർച്ചകൾ തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. കുന്നിടിച്ചു കൊണ്ടുപോകുന്ന മണലുകൾ ഉപയോഗിക്കുന്നത് പ്രകൃതിയായുള്ള തണ്ണീർത്തടങ്ങൾ, വയലുകൾ തുടങ്ങിയവ നികത്താനാണ് എന്നത് മറ്റൊരു ഭീകരതയാണ്. പ്രാദേശിക നേതൃത്വവും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട് പോലും ഇതുപോലെ ഇപ്പോഴും ഈ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഇതിൻ്റെ താഴെ പ്രദേശങ്ങളിൽ ഇനി വെള്ളത്തിൻ്റെ ഉറവുകൾ ഉണ്ടാവില്ല എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടികൾ അധികൃതർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഇത് ജനകീയ പ്രക്ഷോഭമായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഇതിനെതിരെ ശക്തമായി നേരിടും എന്ന് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങനെയുള്ള കുന്നുകളും മലകളും ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നെങ്കിൽ ഒരു ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം തന്നെ ഉണ്ടാവും. അതിന് പിന്നിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭമായിരിക്കും. കുറച്ചുകാലം മുൻപ് വരെ ഇത്തരം പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ ഇന്ന് പുതിയ രീതിയുടെ ഭാഗമായി ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ പ്രദേശവാസികൾ സൂചിപ്പിക്കും പോലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാലം സാക്ഷിയാവേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വനിതാ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSഉം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും കോസ്റ്റൽ മലബാർ ഡ്രഞ്ചിങ്ങും സംയുക്താഭിമുഖ്യത്തിൽ സ്വാമി ആനന്ദതീർത്ഥൻ വിദ്യാലയ ഹാളിൽ ദന്താരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. പല്ലൊന്ന് വിദഗ്ധമായി പരിശോധിക്കാൻ, അതുപോലെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു ക്ലാസും നമുക്ക് നൽകി തന്ന ഈ അസോസിയേഷൻ. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, നാരായണി, M വനജ, ഡോക്ടർ സന്തോഷ് ശ്രീധർ, ഡോക്ടർ സുധ, ഡോക്ടർ സ്മിത അഷീൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ദന്തപരിശോധനയും നടന്നു. ക്രൂഡ് ഓയിൽ വില താഴ്ന്നു നിൽക്കുമ്പോഴും എണ്ണവിലയിലെ തീവെട്ടിക്കൊള്ള തുടരുന്നു. ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ എണ്ണവില വർദ്ധിക്കുന്നവർ കുറയ്ക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴ്ന്നു നിൽക്കുമ്പോൾ ഡീസൽ, പെട്രോൾ വില വർദ്ധിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. വിപണി വ്യതിയാനത്തിനനുസരിച്ച് പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റം വരുത്തുന്ന നയം വില കുറയ്ക്കുമ്പോൾ പ്രാവർത്തികമാക്കുന്നില്ല. ക്രൂഡ് ഓയിൽ വില ഏറെ താഴുമ്പോൾ എണ്ണവില കുറയ്ക്കുന്നത് നേരിയ തോതിലാക്കുന്ന എണ്ണ കമ്പനികൾ ഏറെ കുറഞ്ഞ വില ഉയരുമ്പോൾ നിരക്ക് കുത്തനെ ഉയർത്തുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. സർക്കാരുകൾ ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് ജനങ്ങളെ ഒട്ടൊന്നുമല്ല ദുരിതത്തിലാഴ്ത്തുന്നത്. എണ്ണ കമ്പനികൾ വില ചെറുതായെങ്കിലും കുറച്ചാൽ നികുതി ചുമത്തി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. 2011 മെയ്യിൽ ക്രൂഡ് ഓയിൽ വില ഡോളറിന് 118 രൂപയാകുമ്പോൾ പെട്രോളിന് 67 രൂപയും ഡീസലിന് 45 രൂപയുമായിരുന്നു. 2014 നവംബറിൽ ക്രൂഡ് ഓയിൽ വില ഡോളറിന് 70 രൂപയായപ്പോൾ പെട്രോളിന് 68 രൂപയും ഡീസലിന് 59 രൂപയുമായി വർദ്ധിപ്പിച്ചു. ശരിയല്ല. ക്രൂഡ് ഓയിലിന് ദേശീയ അടിസ്ഥാനത്തിൽ വില കുറഞ്ഞ സ്ഥിതിയിൽ ഇവിടെ മറ്റ് പെട്രോളുകൾക്കെല്ലാം വില കുറയാൻ വേണ്ടി
2014 ഡിസംബറിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് 57 രൂപയായപ്പോൾ പെട്രോളിന് 65 രൂപയും ഡീസലിന് 55 രൂപയുമായി നേരിയ തോതിൽ കുറച്ചു. എന്നാൽ 2015 മാർച്ചിൽ ക്രൂഡ് ഓയിൽ വില 60 രൂപയെ തെല്ലുന്നുയർന്നപ്പോൾ പെട്രോളിനും ഡീസലിനും 3 രൂപയിലധികം വർദ്ധിപ്പിച്ച നടപടി സർക്കാരുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ്. ജനങ്ങളെ മറന്ന് എണ്ണക്കമ്പനികളെ തുണയ്ക്കുന്ന ഇത്തരം നടപടികൾ ജനങ്ങളിൽ വല്ലാതെ രോഷമുണർത്തിയിരിക്കുകയാണ്. ഇവിടെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞത്, എന്നാൽ അതനുസരിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നതനുസരിച്ച് അല്പം കുറയ്ക്കുകയും വില ചെറിയ തോതിൽ കൂടുമ്പോൾ അതിൻ്റെ ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളൊന്നും അധികാരത്തിലെത്തുമ്പോൾ കാണിക്കുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വൈദ്യുതിയില്ലാത്ത കുടുംബത്തിന് ജനമൈത്രി പോലീസിന്റെ സോളാർ വെളിച്ചം. ഒളവറയിലെ UK അമ്പുവിന്റെ കുടുംബത്തിനാണ് ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സോളാർ പാനൽ നൽകിയത്. കാസർഗോഡ് DYSP PK ഹരിചന്ദ്രൻ നായിക് പാനൽ കുടുംബത്തിന് കൈമാറി. വൈദ്യുതിയില്ലാത്തതിന്റെ പേരിൽ SSLC വിദ്യാർത്ഥിയായ മകൻ അഭിരാമിന്റെ പഠനത്തെ കൂടി ബാധിച്ചതറിഞ്ഞ ചന്ദേര ജനമൈത്രി പോലീസ് ഒരു കൈസഹായവുമായാണ് ഒളവറയിലെ UK അമ്പുവിന്റെ വീട്ടിലെത്തി സോളാർ വിളക്ക് നൽകാനുള്ള സൗകര്യമൊരുക്കിയത്. ചന്ദേരയിലെ തന്നെ MV സോമൻ എന്ന വ്യക്തിയാണ് സോളാർ പാനൽ ജനമൈത്രി പോലീസിന് നൽകിയത്. ഒളവറയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കാസർഗോഡ് DYSP ഹരിശ്ചന്ദ്ര നായിക് സോളാർ വിളക്ക് അമ്പുവിന്റെ മകൻ അഭിരാമിന് കൈമാറി. പൊതുജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള സഹായം ഉപകരിക്കുമെന്ന് DYSP ഹരിശ്ചന്ദ്ര നായിക് പറഞ്ഞു. പൊതുജനങ്ങൾ പോലീസ് തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ജനമൈത്രി പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനമൈത്രി പോലീസ് കൊണ്ട് പൊതുജനങ്ങളും പോലീസും നല്ല ബന്ധത്തിലാണുള്ളത്. പോലീസിനെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. പൊതുജനങ്ങൾ കൂടി സഹകരിച്ചാൽ മാത്രമേ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ പ്രേമചന്ദ്രൻ, ചന്ദേര സബ് ഇൻസ്പെക്ടർ PV രാജൻ, അഡീഷണൽ SI K വിജയൻ, CRO ഭാസ്കരൻ K, CPO പ്രസാദ്, ജയചന്ദ്രൻ KV, വാർഡ് മെമ്പർ പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ജില്ലയിലെ 191 കേന്ദ്രങ്ങളിലായി 37,000-ഓളം വിദ്യാർത്ഥികൾ ഇക്കുറി പരീക്ഷ എഴുതും. SSLC പരീക്ഷകൾ തുടങ്ങാൻ ഒരു രാത്രി ശേഷിക്കെ വിദ്യാർത്ഥികളെല്ലാം അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇക്കുറി 191 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 36,592 കുട്ടികളാണ് തിങ്കളാഴ്ച ആരംഭിക്കുന്ന പരീക്ഷ എഴുതുന്നത്. ഇതിൽ 18,659 പേർ ആൺകുട്ടികളും 17,933 പേർ പെൺകുട്ടികളുമാണ്. കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലയിൽ 34, തളിപ്പറമ്പിൽ 84, തലശ്ശേരിയിൽ 73 എന്നിങ്ങനെയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. വെള്ളി, ശനി, ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് പരീക്ഷ നടത്തുക. മുഴുവൻ പരീക്ഷാ കേന്ദ്രങ്ങളിലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഉച്ചയ്ക്കു ശേഷമാണ് എല്ലാ പരീക്ഷയും നടക്കുക. വിദ്യാർത്ഥികൾ 1:30 തന്നെ പരീക്ഷാ ഹാളിൽ ഹാജരാകണം. 1:45 മുതൽ 2 വരെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനുള്ള കൂൾ ഓഫ് ടൈമാണ്. 2 മണിക്ക് പരീക്ഷ എഴുതി തുടങ്ങാം. ഇംഗ്ലീഷ്, ഗണിതം, സോഷ്യൽ സ്റ്റഡീസ് എന്നീ വിഷയങ്ങൾക്ക് 2.5 മണിക്കൂറും മറ്റുള്ള വിഷയങ്ങൾക്ക് 1.5 മണിക്കൂറുമാണ് പരീക്ഷാ സമയം. ചോദ്യപേപ്പറുകളെല്ലാം നേരത്തെ തന്നെ ട്രഷറികളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവ പോലീസ് അകമ്പടിയോടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കും. മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കുട്ടികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് തടയാനും നിരീക്ഷിക്കാനും പരീക്ഷാ ചുമതലയുള്ള അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ DDOമാരുടെ നേതൃത്വത്തിലും ജില്ലാതലത്തിൽ DDയുടെ നേതൃത്വത്തിലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡും പരിശോധന നടത്തും. വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും രാത്രികാല ക്ലാസുകളടക്കമുള്ള വിപുലമായ പരീക്ഷാ പരിശീലനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ശുഭപ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂരിൽ ഫുട്ബോൾ ആരവത്തിന് മാർച്ച് 14 തുടക്കമാവും. ഡിവൈഎഫ്ഐ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 13ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗ്യാലറി ഒരുങ്ങിക്കഴിഞ്ഞു. ഫുട്ബോളിന്റെ ചരിത്രഭൂമിയായ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 13ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിനായി ഗ്യാലറി ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്യാലറി നിർമ്മാതാവായ കൂത്തുപറമ്പ് സ്വദേശി സുരേന്ദ്രനാണ് 7,000 പേർക്കിരുന്ന് കളി കാണാനാവുന്ന മുള ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂരിൽ മുമ്പ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലും
മുൻ MP ടി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ഫെഡറേഷൻ വോളി, നാഷണൽ വോളി എന്നിവയിലും പടുകൂറ്റൻ ഗാലറി ഒരുക്കിയതും സുരേന്ദ്രനായിരുന്നു. ഇക്കുറി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഗ്രൗണ്ട് നിർമ്മാണത്തിനായി നേവൽ അക്കാദമിയിൽ നിന്നും ഹൈഡ്രോളിക് റോളർ ഉപയോഗിച്ചിരുന്നു. 7 മണി മുതലാണ് കളി ആരംഭിക്കുക. ഗ്രൗണ്ടിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണെന്ന് കൺവീനർ ദിലീപ് പറഞ്ഞു. തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ ആ ടൂർണമെന്റുകളെല്ലാം വിവിധ കാരണങ്ങളാൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ നോർത്ത് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി അത്തരത്തിലൊരു വലിയ ടൂർണമെൻറ്റ് ആരംഭിക്കണമെന്ന് 2003 ആലോചിക്കുകയും തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. വലിയ പിന്തുണയാണ് പയ്യന്നൂരിലെ കായിക പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ആ ടൂർണമെൻറ്റിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ലഭിച്ചിട്ടുള്ളത്. വരും ദിനങ്ങളിൽ ഈ ഗാലറികളിൽ നിന്നും ആർപ്പുവിളികളും കേൾക്കാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കുഞ്ഞിമംഗലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ സെക്രട്ടറി വി വാസു ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതർക്ക് ഭൂമി, ഭൂമിക്ക് പട്ടയം, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുക, ക്ഷേമനിധി സംരക്ഷിക്കുക, ക്ഷേമനിധിക്ക് പണം അനുവദിക്കുക, പെൻഷൻ 1000 രൂപയാക്കുക, പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. മൂശാരിക്കോവൽ ഈസ്റ്റിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ CK രാമൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കുഞ്ഞിമംഗലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV വാസു ജാഥ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ കമ്മിറ്റി മെമ്പറും ജാഥ ലീഡറുമായ സുരേഷ് ബാബു, KP ലക്ഷ്മണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. IRPC പെരളം സൗത്ത് ലോക്കൽ ഗ്രൂപ്പും ഭാരതീയ ചികിത്സാ വകുപ്പും കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാനും കഴിയാതെ പോകുന്ന ഒരുപാട് ആളുകൾ, പ്രായാധിക്യമുള്ളവരും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്തിലാകുന്നുണ്ട്. കേരളം കിഴക്ക് അംഗൻവാടിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ C ബാലകൃഷ്ണൻ അധ്യക്ഷനായി. C ഹേമരാജ്, M രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ സബിത രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്കെത്തി. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കടന്നപ്പള്ളി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സെമിനാറും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് ഉപഹാര വിതരണം നടത്തി. കടന്നപ്പള്ളി ഹസനാത്തുൽ ഇസ്ലാം മദ്രസ ക്യാമ്പസിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാർ VU സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമറുൽ ഫാറൂഖ് SLP മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ സ്ത്രീ സമൂഹം ഒരുപാട് ഉയർച്ചയിലേക്ക് പോകേണ്ട ഈ അവസ്ഥയിൽ താഴ്ചയിലേക്ക് പോവാതെ നല്ല നല്ല റോൾ മോഡലുകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ പരിശുദ്ധമായ ഖുർആനിലും മെഹ്റൂഫ് മൊയ്തു, ഡോക്ടർ KK ഷൺമുഖദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്നു നടന്ന അനുമോദനവും ഉപഹാര സമർപ്പണവും കണ്ണൂർ നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. AKTA കണ്ടോത്ത് യൂണിറ്റിന്റെയും പാട്യം കലാസമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൈലറിംഗ് പരിശീലനം സമാപിച്ചു. KV ബാലൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ പുതിയ വസ്ത്രങ്ങൾ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ അവരുടെ വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുക്കാൻ ആവശ്യമായ രീതിയിൽ ഈ സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യമായ രീതിയിലേക്ക് ആണ് ഈ നമ്മൾ കണ്ണൂർ ജില്ലയിൽ, കേരളത്തിലാകെയുണ്ട്, കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഇതുപോലുള്ള ക്ലാസുകൾ നമ്മുടെ ജോൺകുട്ടി മാഷന്റെ. സമാപന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് A രാമകൃഷ്ണൻ അധ്യക്ഷനായി. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി K ലക്ഷ്മണൻ, വാർഡ് മെമ്പർ K ചന്ദ്രിക, ടൈലറിംഗ് ക്ലാസ് പരിശീലനം നടത്തിയ ജോൺകുട്ടി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് മെമ്പർ MV മഞ്ജുള സ്വാഗതവും പറഞ്ഞു. ഡിവൈഎഫ്ഐ ഓലയമ്പാടി മേഖലാ കമ്മിറ്റി പെരുവാമ്പ ഷൈൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉത്തരമേഖലാ വോളി ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒരാഴ്ചക്കാലമായി നടന്നുവന്ന വോളി സംഘാടന മികവ് കൊണ്ടും മികച്ച മത്സരങ്ങൾ കൊണ്ടും വിജയമായി മാറി. വെള്ളിയാഴ്ച നടന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ
ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കളിക്കാരുമായി പരിചയപ്പെട്ടു. വാശിയേറിയ പോരാട്ടത്തിൽ KCYM പരപ്പ 3-2 നവപ്രതിഭ ചട്ടിയോളിനെ പരാജയപ്പെടുത്തി. ഫൈനലിൽ റീക്രിയേഷൻ ചമ്രഗാനമാണ് KCYM പരപ്പയുടെ എതിരാളി. ഗ്രാമീണ വോളിയിൽ നേതാജി ഓലയമ്പാടി ന്യൂ സ്റ്റാർ പുളിയപ്പുറത്തെ പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനൽ മത്സരത്തിൽ മിനി ജോസ് രാമപുരമാണ് നേതാജി ഓലയമ്പാടിയുടെ എതിരാളികൾ. ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന വോളി മത്സരം കാണാൻ നിരവധി കാണികളാണ് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞുമംഗലം ശില്പ പൈതൃകത്തിന്റെ പ്രൗഢി വിളിച്ചോതി ആൽവിളക്ക് തയ്യാറാവുന്നു. കരിവള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വിളക്ക് നിർമ്മിച്ചത്. വെങ്കല ശില്പനിർമ്മാണ രംഗത്ത് ലോകശ്രദ്ധയാകർഷിച്ച സുപ്രധാന കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗ്രാമം. ക്ഷേത്രങ്ങളിൽ അത്യപൂർവം മാത്രം കണ്ടുവരുന്ന ആൽവിളക്കിന്റെ നിർമ്മാണത്തിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുകയാണ് ഈ വെങ്കല ശില്പഗ്രാമം. മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും ആധാരമായി പ്രവർത്തിച്ചു വരുന്നത് പ്രകൃതിയിലെ മരങ്ങളും ജീവജാലങ്ങളുമാണ്. മാനവരാശിയുടെ സാംസ്കാരിക കേന്ദ്രമായ ആരാധനാലയങ്ങളിൽ വിവിധ നിർമ്മാണ രീതിയിലുള്ള വിളക്കുകൾ ദിനംപ്രതി പ്രഭാപുരം നൽകി വരുന്നു. മരങ്ങളെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന മഹത്തായ സന്ദേശമാണ് ക്ഷേത്രങ്ങളിൽ ആൽവിളക്ക് പ്രകാശിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രകൃതിയിലെ മരങ്ങളെയും ജീവജാലങ്ങളെയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന ഒരു മഹത്തായ സന്ദേശം കൂടി ഈ ആൽവിളക്ക് പ്രകാശിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുഞ്ഞിമംഗലം കുതിരുമലിലെ വെങ്കലശില്പി പരേതനായ തെക്കേവീട്ടിൽ ചന്തു എന്നിവരുടെ മക്കളായ രവീന്ദ്രൻ, മുരളീധരൻ, ബാബു, രാജീവൻ, രാജേന്ദ്രൻ എന്നിവരുടെ കരവിരുതിലൂടെയാണ് പുതിയ ആൽവിളക്ക് രൂപം കൊണ്ടത്. വളരെയധികം സാങ്കേതിക വൈദഗ്ധ്യവും സൂക്ഷ്മതയും കലാപാഠവും ഇത്തരം വിളക്കുകളുടെ നിർമ്മാണത്തിന് ആവശ്യമുണ്ട്. 6.5 അടി ഉയരത്തിൽ നിർമ്മിച്ച ഈ വിളക്ക് കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം തെക്ക് ഭാഗം 2012-2015 കാഴ്ച കമ്മിറ്റിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആൽമരത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ച ഈ വിളക്കിൽ 48 ചെറിയ വിളക്കുകളും മുകളിൽ വലിയ തട്ടുമായി 287ഓളം തിരികൾ പ്രകാശിപ്പിക്കുവാൻ കഴിയും. ഈ വിളക്കിന്റെ ശാഖകളിലായി ആൽമരത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിട്ടുണ്ട്. ആൽവിളക്ക് കൂടാതെ പ്രതിഷ്ഠാ വിഗ്രഹം, ശീവേലി വിഗ്രഹം, ദീപസ്തംഭം, വലിയ വട്ടളം, ദശാവതാരം വിളക്ക്, രാമായണം വിളക്ക് എന്നിവയും ഇവരുടെ കരവിരുതിൽ നിർമ്മിതമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൃക്കരിപ്പൂർ അയ്യപ്പ ഭജനമഠം അയ്യപ്പൻ വിളക്ക് മഹോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം അയ്യപ്പ ഭജനമഠത്തിൽ നടന്നു. ശബരിമല മുൻ മേൽശാന്തി KC നാരായണൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ദിവംഗതനായ K. കരുണാകരൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ 1965 സ്ഥാപിതമായ തൃക്കരിപ്പൂർ അയ്യപ്പ ഭജനമഠം 50 വർഷം പിന്നിടുകയാണ്. പേക്കടം ശ്രീ കാളീശ്വര ക്ഷേത്ര പരിസരത്താണ് അയ്യപ്പ ഭജനമഠം സ്ഥിതി ചെയ്യുന്നത്. വരുന്ന മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്ക് ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ 50ാം വാർഷികം സമുചിതമായി ആഘോഷിക്കാനുള്ള തീരുമാനത്തിലാണ് സംഘാടകർ. ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഭജനമഠം പരിസരത്ത് നടന്നു. KV കുഞ്ഞിരാമൻ ഗുരുസ്വാമി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KV ഗംഗാധരൻ, KV ലക്ഷ്മണൻ, AV പത്മനാഭൻ, PP കുഞ്ഞിക്കണ്ണൻ, KV മുകുന്ദൻ, K. ശശി, V. പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുഞ്ഞുമംഗലം ഫാമേഴ്സ് ക്ലബിന്റെയും കാഞ്ഞങ്ങാട് കോൺഗ്രസ് കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തെക്കുംപാട് തമ്പാൻ വൈദ്യൻ സ്മാരക വായനശാല പരിസരത്ത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CV ദാമോദരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിന് ദീർഘായുസ് ഉണ്ടാവില്ല. അത് ഞാനൊന്ന് സൂചിപ്പിച്ചതിന്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് P. സുരേന്ദ്രൻ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ ക്യാമ്പ് വിശദീകരിച്ചു. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി C. ഉമേഷ് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ കണ്ണട വിതരണവും നടന്നു. പയ്യന്നൂർ മസ്ജിദ് റുമയിൽ ഖുറാനിലേക്ക് വെളിച്ചത്തിലേക്ക് എന്ന വിഷയത്തിൽ വിജ്ഞാന സംഗമം സംഘടിപ്പിച്ചു. ജമാൽ കടന്നപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു. CH മുസ്തഫ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. സൂഫി കഥ നമ്മളിൽ പലർക്കും ഇഷ്ടമാണ്. ഞാനൊരു സൂഫി കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒരു അന്ധനായ മനുഷ്യനുണ്ടായിരുന്നു. ആ അന്ധനായ മനുഷ്യന് PO അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അഹമ്മദ് ഷാഫി, PN ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. SNDP യോഗം പുഞ്ചക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ മുട്ടക്കോഴി വിതരണം നടന്നു. വാർഡ് കൗൺസിലർ TT ശോഭന വിതരണോദ്ഘാടനം നിർവഹിച്ചു.
ഒരു സംഘടനയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ SNDP സംഘടന ഇവിടെ ഇങ്ങനെ ഒരു സബ്സിഡി നിരക്കിലാണ് മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. ചടങ്ങിൽ PV ദാസൻ അധ്യക്ഷനായി, M ലക്ഷ്മണൻ, P കണ്ണൻ, KV അനിൽകുമാർ, ബാബു പയ്യന്നൂർ, പവിത്രൻ പയ്യന്നൂർ, രാജീവൻ കണിമംഗലം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ സൗത്ത് LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്വാതന്ത്ര്യസമര സേനാനി KVR പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലെ 1959, 60, 60, 61, 61, 62 എന്നീ വർഷങ്ങളിൽ ഒന്നാം തരത്തിൽ പഠിച്ച സഹപാഠികളാണ് അരനൂറ്റാണ്ടിന് ശേഷം സ്കൂളിൽ ഒത്തുചേർന്നത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി KVR പയ്യന്നൂർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. U നാരായണൻ മാസ്റ്റർ ഗുരുനാഥ ആദരഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി സതീർത്ഥ്യ സംഗമം, പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അവകാശ പ്രഖ്യാപന റാലി നടത്തി. തൃക്കരിപ്പൂരിൽ വ്യാപക മോഷണം. വീരിച്ചേരി പോസ്റ്റ് ഓഫീസിലും സമീപത്തെ കടകളിലുമാണ് ശനിയാഴ്ച രാത്രി മോഷണം നടന്നത്. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലായി 37,000 പേർ പരീക്ഷ എഴുതും. ചന്തപുര ഹൈസ്കൂളിന് സമീപം കുന്നടിക്കൽ വ്യാപകമാകുന്നു. പ്രശ്നത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം ഒരുങ്ങുന്നു. പയ്യന്നൂരിൽ ഇനി ഫുട്ബോൾ രാവുകൾ. ഡിവൈഎഫ്ഐ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ മാർച്ച് 14 തുടങ്ങും. ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗ്യാലറി ഒരുങ്ങി. വാർത്തകൾ കഴിഞ്ഞു. ഇനി മാറ്റൊലി. പണക്കാർക്കും ഉന്നതന്മാർക്കും വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്നുവോ എന്ന ചോദ്യത്തിനുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലി. മൂന്നര വർഷക്കാലത്തിലേറെയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF ഗവൺമെൻറ്റിൽ എടുത്ത നയങ്ങളും അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കൈക്കൊണ്ട രീതികളെ സംബന്ധിച്ചുമൊക്കെ പ്രബുദ്ധരായ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നതാണ് കാര്യങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകൾ, മന്ത്രിമാരുടെ ഓഫീസുകൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം വൻകിട മുതലാളിമാർക്കും പണക്കാർക്കും വേണ്ടി എന്തു നെറുകേടും കാണിക്കാനുള്ള കേന്ദ്രമായി മാറുകയാണ് ഈ കാലയളവിൽ. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ചന്ദ്രബോസിൻ്റെ കൊലപാതകവും വൻ മുതലാളിയായിട്ടുള്ള നിസാമിനെ പോലെയുള്ള പണക്കാർക്ക് വേണ്ടി നിയമം തന്നെ മാറ്റി എഴുതുന്ന രീതിയിലേക്ക് പോലീസ് സംവിധാനം തന്നെ നിസാമിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനവും പണബലവുമുള്ളവർക്ക് ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ ഭരണാധികാരികളെയും വിലക്ക് വാങ്ങാൻ സാധിക്കും എന്നതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് നമുക്ക് നിസാമിൻ്റെ കാര്യം. മാത്രമല്ല, സാധാരണക്കാരായ ആൾക്കാർ ചെറിയ കേസുകളിൽ പോലും ഇടപെട്ടാൽ അത്തരം കാര്യങ്ങൾ ഗൗരവകരമായ കാര്യമായി ചെയ്ത് തുറങ്കിലടക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഇത്തരം ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിസാമിനെ കൊല്ലണം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സൗദി അറേബ്യയിൽ നിയമം വരണം. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള വ്യക്തികളെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലണം. അഭിപ്രായക്കാരനാണ് ഞാൻ. ഏറ്റവും പ്രശ്നം എൻ്റെ അഭിപ്രായം പറയുന്നത് എന്നുവെച്ചാൽ ഇങ്ങനെ ഒരാളെ വണ്ടി കയറ്റി കൊല്ലുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. അത് ഉണ്ടാകാൻ പാടില്ല, ഏത് സർക്കാരായാലും ശരി. ഇപ്പം നിസാമിൻ്റെ കാര്യത്തിൽ നിസാം അവരെ ചവിട്ടിക്കൊന്ന് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടും അയാളെ രക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഭരണപക്ഷത്തിൽ DGPയും മറ്റെല്ലാവരും. അത് ശരിയല്ല എന്നില്ല തന്നെ. കേരളത്തിലിപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ മന്ത്രിമാരൊന്നുമല്ല ഭരിക്കുന്നത്. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ മന്ത്രിമാർക്ക് കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ഒരു കുറ്റത്തിൻ്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ
അത് മന്ത്രിമാർക്കെതിരായി വരും എന്ന് അവർക്ക് തന്നെ അറിയാം. ഈ ഭവിഷ്യത്ത് കണക്കിലെടുത്തുകൊണ്ട് ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലും അതോടൊപ്പം തന്നെ മന്ത്രിസഭയും നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് ഇന്നത്തെ സർക്കാർ നിലകൊള്ളുന്നത്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള നീതി നമ്മുടെ നാട് പറഞ്ഞു വരുന്ന നീതി ലഭിക്കുന്നില്ല. അപ്പോൾ ആ നീതി ലഭിക്കണമെന്നുള്ളതാണ് നിരന്തരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പ് കാലങ്ങളിൽ ഉള്ള ഒരു പ്രതിഭാസമാണ്. അത് ഇന്ന് പത്രമാധ്യമങ്ങളും ഇതൊക്കെ സജീവമായ കാലം കൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിച്ചത്തേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതാണ് ഇത്ര വിവാദമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും പല കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ അതൊക്കെ അന്ന് പത്രമാധ്യമങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്നും സുതാര്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാം പരസ്യമായി ഇത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വെളിച്ചത്തേക്ക് വരുന്നത്.